மார்வல் நம்ம பார்க்கவே முடியல என்னால். டாக்டர் ஸ்ட்ரேஞ்சில் 2வது பாட்டு பார்க்குறேன், படம் ஆரம்பிக்குது இப்படி அடிச்சுட்டு ஓடி வந்துகிட்டே இருக்கான். அது என்னடா அது, இப்போதான் படம் ஆரம்பிச்சு டைட்டில் போட ஒன்றும் அவன் மேலே வந்து உழுகுறான். அப்படியே மேலே எப்படின்னா அவர் ஸ்பேஸ் டு ஸ்பேஸ் ட்ராவல் பண்ணியிருக்கான். போர் மயிர் மாதிரி இருந்துச்சு அந்த படம். பாகுபலியும் ஒரு படம் அவ்வளோதான். Just because they spend so much of money, it's not a great film. I don't comment about Bahubali because I have not seen the movie, and I will never watch that movie because that will not help me as a creator. The original inspiration behind the Dark Knight trilogy, and particularly Batman Begins, it was about taking this beloved character and recontextualizing the character, setting this extraordinary figure in an ordinary world, or a seemingly ordinary world. That was always the jumping off point for the tone of the films. And then the influences on the films were very varied. I mean, we were trying to build a world in the way that, Ridley Scott had done in his films like Blade Runner, for example. We were looking at the silent era, Fritz Lang's films and so forth, trying to figure out the use of the geography of a city to express a sense of metaphor or allegory with the narrative we're creating, which is what the world of Batman and Gotham as a sort of heightened version of a regular city, a kind of New York on steroids, if you like. Nolan Rascal. സൂപ്പർ ഹീറോ എന്ന് കേട്ടാൽ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യമായി കടന്നു വരിക ഇവരിൽ ആരെങ്കിലും ആയിരിക്കും. മാർവലിലും DC-യിലുമായി ഒട്ടനവധി സൂപ്പർ ഹീറോ കഥാപാത്രങ്ങൾ ഇന്ന് നിലവിലുണ്ടെങ്കിലും കോമിക്സ്, കാർട്ടൂൺ, സിനിമ എന്നിങ്ങനെ 3 കാലഘട്ടങ്ങൾ താണ്ടി ഇന്നും പ്രേക്ഷക മനസ്സിൽ നിലനിൽക്കുന്ന സൂപ്പർ ഹീറോസ് ഉണ്ടെങ്കിൽ അത് ഇവരായിരിക്കും. അങ്ങനെ ഇരിക്കെ തമിഴ്നാട്ടിലെ ഒരു പ്രമുഖ ഡയറക്ടറിന് ഒരു സൂപ്പർ ഹീറോ സിനിമ എടുക്കാനൊരാഗ്രഹം. ആ പ്രമുഖ ഡയറക്ടർ ആരാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്നത്തെ കാലത്ത് ഒട്ടനവധി ക്രോസ് ഓവർ സിനിമകൾ പുറത്തിറങ്ങുന്നുണ്ടെങ്കിലും സൂപ്പർമാൻ, സ്പൈഡർമാൻ, ബാറ്റ്മാൻ എന്നിവരെ നിങ്ങൾക്ക് ഒരുമിച്ച് ഒരു സിനിമയിൽ ഒരിക്കലും കാണുവാൻ കഴിയില്ല. പക്ഷേ ഇവരുടെ 3 പേരുടെയും കഥ അടിച്ചു മാറ്റി ഒരൊറ്റ സിനിമയിലൂടെ അവതരിപ്പിച്ച മിഷ്കിന്റെ മുഖംമൂടി എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. அது சரி, டைட்டில் கார்டு உள்பட எல்லாம் அங்கே அடிச்சு மாட்டிட்டு குற்றம் முழுவன் நோலன்னு. நான் வந்து ஒரு சூப்பர் ஹீரோ படம் இருக்குன்னு நினைக்கும் போது தான் நோலன் ராஸ்கல் அங்கேருந்து ஒரு படத்தை பண்ணி இங்கே விட்டான். എന്നിട്ട് ഡാർക്ക് നൈറ്റ് ജീവയുടെ കരിയറിലെ തന്നെ ആദ്യത്തെ ബിഗ് ബഡ്ജറ്റ് സിനിമയും മുജാഹിദ് അഭിനയിച്ച ആദ്യത്തെ സിനിമയും തമിഴിലെ തന്നെ ആദ്യത്തെ സൂപ്പർ ഹീറോ ചിത്രവും കൂടിയായിരുന്നു ഈ സിനിമ. ബാറ്റ്മാനിലെ കുറച്ച് സീനുകളും സൂപ്പർമാനിലെ കുറച്ച് സീനുകളും സ്പൈഡർമാനിലെ കുറച്ച് സീനുകളും എല്ലാം കൂടി ഒരുമിച്ചെടുത്ത് ഒന്നുകൂടെ കലക്കിയെടുത്താൽ മുഖംമൂടി എന്ന ഈ ചിത്രം റെഡിയാകും. എങ്ങനെയാണെന്ന് നോക്കാം. ബാറ്റ്മാനിലെ ബ്രൂസ് വെയിൻ എന്ന പേര് മാറ്റി ഇതിൽ ബ്രൂസ്ലി എന്നാക്കി. അത് ഞാൻ ക്ഷമിച്ച്. അങ്ങേരെ സ്വന്തം ജീവൻ തന്നെ പണയം വെച്ച് ലീഗ് ഓഫ് ഷാഡോസിന്റെ പക്കൽ നിന്നും വളരെ കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത പല അടവുകളും ഇവൻ ടെറസിന്റെ മണ്ട കിടന്ന് പല കോപ്രായങ്ങളും കാണിച്ച് ഒരാഴ്ച കൊണ്ട് പഠിച്ചെടുത്തതായി കാണിച്ചു. അതും ഞാൻ ക്ഷമിച്ചു. പക്ഷെ ഞങ്ങളുടെ ബാറ്റ്മാന്റെ സൂട്ട് അടിച്ചു മാറ്റി ഈ പേക്കോലം കെട്ടിച്ചു. അതിന് നിനക്ക് മാപ്പില്ല. സ്കെയർക്രോവിന്റെ മാസ്ക് കടം മേടിച്ച് ഡാർക്ക് നൈറ്റിലെ ജോക്കറിന്റെ മാനറിസങ്ങൾ കോപ്പി അടിക്കാൻ ശ്രമിച്ച് മാർഷൽ ആർട്സ് എന്ന പേരിൽ കുറെ കോപ്രായങ്ങൾ കാണിച്ച് നടന്നാൽ മതി, മുഖംമൂടിയിലെ വില്ലൻ കഥാപാത്രം റെഡി. പാവം നരേനിധി വന്ന് എങ്ങനെയാണോ പെട്ടുപോയത്. മേരി ജെയിനെ ഇംപ്രസ് ചെയ്യാനായി പുതിയൊരു കാർ വാങ്ങാൻ ശ്രമിക്കുന്ന പീറ്റർ പാർക്കർ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നു. അവിടെ വെച്ച് അപ്രതീക്ഷിതമായി ഒരു കുറ്റവാളിയെ കണ്ടുമുട്ടുന്നു. അതേ കുറ്റവാളിയുടെ കൈകൊണ്ട് തന്നെ മരിക്കേണ്ടി വന്ന അങ്കിൾ ബെന്നിന് വേണ്ടി പീറ്റർ പാർക്കർ സ്പൈഡർമാനായി മാറുന്നു. ഈ കഥ ഒരു ഉളുപ്പും കൂടാതെ അങ്ങനെ തന്നെ ചൂണ്ടി മുഖംമൂടി എന്ന സിനിമയിൽ ഉപയോഗിച്ച മിഷ്കിനെ എത്ര പ്രശംസിച്ചാലും അത് കുറഞ്ഞു പോകത്തേ ഉള്ളൂ. മിഷ്കിനെ ആ സീൻ എങ്ങനെയാണ് എടുത്തു വെച്ചേക്കണെന്ന് കൂടി നോക്കിക്കളയാം. കാമുകീനെ ഇംപ്രസ് ചെയ്യാനായി കോമാളിത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന മുഖംമൂടി അവിടെ വെച്ചൊരു കുറ്റവാളിയെ കണ്ടുമുട്ടുന്നു. അവനെ പിടികൂടാനുള്ള ശ്രമത്തിനിടയിൽ തന്റെ കൂട്ടുകാരൻ മരണപ്പെടുന്നു. അവിടെ അങ്കിൾ ബെന്നെ ആണെങ്കിൽ ഇവിടെ കൂട്ടുകാരൻ. വലിയ വ്യത്യാസം തന്നെടേ. അതുപോലെ തന്നെ തുടക്ക സമയത്തുള്ള സ്പൈഡർമാന്റെ സ്യൂട്ട് ശ്രദ്ധിച്ചാൽ അത് വെറും ഒരു സാധാരണ ഡ്രസ്സായിരിക്കും. ഇതിനുശേഷം മാത്രമാണ് പീറ്റർ പാർക്കർ ആ ഡ്രസ്സിനെ വേറെ ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നത്. അതേ സംഭവം തന്നെ ഇവിടെയും. ഈ കോമാളി വേഷമാണ് മുഖംമൂടിയുടെ ആദ്യത്തെ സ്യൂട്ട്. ഇതാരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ സർക്കസിൽ നിന്ന് ഇടയ്ക്ക് ചാടി വന്ന കോമാളിയാന്ന് കരുതിപ്പോവും.
മറ്റൊരാംഗിളിൽ നിന്ന് നോക്കുമ്പോൾ സൂപ്പർമാൻ റിട്ടേൺസിലെ ഡ്രസ്സ് അവർ അലക്കാനിട്ടപ്പോൾ അടിച്ചു മാറ്റിക്കൊണ്ട് വന്ന പോലെയും തോന്നും. നമുക്കറിയാം എത്രമാത്രം എക്സ്പെരിമെന്റുകളും റിസർച്ചുകളും നടത്തിയ ശേഷമാണ് ഫോക്സും ആൽഫ്രഡും കൂടി ബാറ്റ്മാന്റെ കോസ്റ്റ്യൂമുകളും ഗാഡ്ജറ്റ്സുകളും നിർമ്മിക്കുന്നതെന്ന്. പക്ഷെ ഇവിടെ മുഖംമൂടിയുടെ കോസ്റ്റ്യൂമും ഗാഡ്ജറ്റ്സും കൂടി നിർമ്മിക്കാനെടുത്ത ആകെ സമയം വെറും 3 മണിക്കൂർ. അതും മുട്ടൻ കോമഡി. ഹോളിവുഡ് സിനിമകളുമായി നമ്മുടെ നാട്ടിലെ സിനിമകളെ കമ്പയർ ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ ഓരോ തവണയും ചിന്തിക്കാറുള്ളതാണ്. പക്ഷെ ഇമാതിരി ഓരോന്ന് ചെയ്യുമ്പോൾ പറയാതെ വയ്യ. Batman, Spider-Man, Superman, Iron Man. और अब मुगमुडी the superhero. അടിപൊളി. അതായത് 20 കോടി മുടക്കിയെന്ന് പറയുന്ന ഈ പടത്തിനു വേണ്ടി സ്വന്തമായി ബുദ്ധി കുറച്ചെങ്കിലും ഉപയോഗിച്ച് ഒരു കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുകയും ഒരു 60% എങ്കിലും സ്വന്തം എഫേർട്ടും ബാക്കി 40% ഹോളിവുഡ് സിനിമകളിൽ നിന്നും ഇൻസ്പയർ ആയി പടമെടുത്തിരുന്നെങ്കിൽ പോലും ആരും ഇത്രയ്ക്ക് കളിയാക്കാൻ പോകുന്നില്ല. അതേസമയം ഇവിടെ കാണിച്ചു വെച്ചേക്കുന്നത് 1% സ്വന്തം എഫേർട്ടും ബാക്കി 99% പല സൂപ്പർ ഹീറോ സിനിമകളിൽ നിന്നും ചൂണ്ടിയെടുത്തതുമാണ്. എന്നിട്ടും ഇങ്ങനെ കൊണയടിക്ക് മാത്രം ഒരു കുറവുമില്ല. I don't comment about Bahubali because I have not seen the movie and I will never watch that movie. ഉദാഹരണത്തിന് 1969 പുറത്തിറങ്ങിയ ദ ഗോഡ് ഫാദർ എന്ന സിനിമ കണ്ടതിന് ശേഷം മണിരത്നം എന്ന ഡയറക്ടർക്ക് തോന്നിയ കഥയിൽ നിന്നാണ് ഇന്ത്യൻ സിനിമയിലെ തന്നെ എക്കാലത്തെയും മികച്ച ക്ലാസിക് ചിത്രങ്ങളിലൊന്നായ നായകൻ എന്ന സിനിമ പിറവികൊള്ളുന്നത്. അതേസമയം ഇവിടെ ബാറ്റ്മാനിൽ നിന്നും ഇൻസ്പയർ ആവുന്നതിന് പകരം മറ്റെല്ലാ സൂപ്പർ ഹീറോ സിനിമകളിലെയും ഷോട്ടുകൾ വരെ ഈച്ചക്കോപ്പ് അടിച്ചു വെച്ചേക്കുന്നു. അപ്പൊ പിന്നെ കളിയാക്കാതെ എങ്ങനെ ഇരിക്കും? പലവരങ്ങനെയാണ്, സ്വയം ബുദ്ധിജീവികളാണെന്ന് വരുത്തി തീർക്കാനായി മറ്റുള്ളവരുടെ സൃഷ്ടികളെ കുറ്റം പറയും. நான் வந்து ஒரு சூப்பர் ஹீரோ படம் எடுக்கணும்னு நினைக்கும் போது தான் நோலன் ராஸ்கல் அங்கேருந்து ஒரு படத்தை பண்ணி இங்கே விட்டான். ശേഷം അവര് തന്നെ അത് പരീക്ഷിച്ച് മൂഞ്ചി തെറ്റുകയും ചെയ്യും. കുറെ കൊല്ലങ്ങൾക്ക് മുൻപ് സെൽവരാഘവനും ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ஒரு புல்லட் போய் அப்படி சுத்தி இப்படி எல்லாம் போய் இப்படி வந்து 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 அந்த ஒரு ஷாட் 1 கோடி ரூபா, அது யாவும் பார்த்து என்னது கிளிக்க போறோம். அது ஏற்கனவே மேட்ரிக்ஸ்னு ஒரு படத்துல வேற வந்திருக்கு. അതിന്റെ തൊട്ടടുത്ത വർഷം ഇങ്ങനെ ഒരു അപരാധിച്ച പടവും അങ്ങേർക്ക് എടുക്കേണ്ടി വന്നു. ഇനി മുഖമൂടിയിലെ ഓരോ കഥാപാത്രങ്ങളെ കുറിച്ച് പരിചയപ്പെടുകയാണെങ്കിൽ ഇത് ഇൻസ്പെക്ടർ ഗോർഡൻ, ഇത് ആൽഫ്രഡ്, ഇത് ഫോക്സ്. ഇതാണെങ്കിൽ സ്കെയർക്രോ ആണോ ജോക്കർ ആണോ അതോ വേറെ വല്ലവരും ആണെന്നൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. അക്കാലം അത്രയും വലിയ സ്റ്റാർ വാല്യൂ ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല ചില സിനിമകളൊക്കെ സമ്മാനിച്ചുകൊണ്ടിരുന്ന ജീവയുടെ കരിയർ തന്നെ ഈ ഒരൊറ്റ സിനിമയിലൂടെ ക്ലോസ് ആയി എന്ന് വേണം പറയാൻ. അതേപോലെ ഒരു ചവറുപടം എടുത്തു വെച്ചിട്ട് ഇങ്ങേര് വന്നിരുന്ന തള്ളിയ തള്ളുപോലെ ഇന്നോളം ശ്രീകുമാർ മേനോൻ പോലും തള്ളിയിട്ടുണ്ടാകില്ല. இன்னைக்கு வந்திருக்கிற கிறிஸ்டோபர் நோலனுடைய அந்த டார்க் நைட் அந்த சூப்பர் ஹீரோ நடக்கல. நான் வந்து புளிய ஒரு நல்ல கதை செஞ்சிருக்கேன். ஒரு வேகமா ஓடக்கூடிய ஒரு ரோலர் கோஸ்டர் மாதிரி ஓடக்கூடிய ஒரு கதையை பண்ணியிருக்கேன். நல்ல கிரிப்பா இருக்கும். எட்ஸ் டு சீட், அதாவது 2.5 மணி நேரம், அந்த 2:40 நிமிஷம் வந்து நீங்க வந்து மறந்துடலாம். அந்த மாதிரி ஒரு கதை ஒன்று ரொம்ப அழகா சொல்லியிருக்கேன். ഹോളിവുഡിലെ ആദ്യ സൂപ്പർ ഹീറോ സിനിമയാണിതെങ്കിലും ഒരു സൂപ്പർ ഹീറോ ചിത്രം എങ്ങനെ എടുത്തു വയ്ക്കാൻ പാടില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് മുഖമൂടി എന്ന ഈ സിനിമ. சில பேர் கஷ்டம்னு சொல்லுவாங்க, நான் கஷ்டப்படுறேன் அது பண்ணுறேன்னு சொல்லுவாங்க. நான் உடனே அந்த படம் பாருங்கம்பேன். அவங்க ரொம்ப ஆச்சரியம் பார்ப்பாங்க, ஏன்னா இந்த எதுக்கு படம் பார்க்க சொல்கிறீங்க, டாக்டர் மாதிரி படம் பார்க்க சொல்கிறேன். டேய் இது எப்படா பார்ட் 2ல சொல்கிறேன். எப்போ வரும்னு சொல்லணுமா?